ചിക്കൻ ഫ്രൈയും അല്ല ചിക്കൻ റോസ്റ്റും അല്ല. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ റോസ്റ്റാണ്. നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ റോസ്റ്റാണ്. അതിനായി 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം, അതിൻ്റെ പൊടി എല്ലാം ഒരു ഫ്രൈ പാനിലിടുക. അതിനുശേഷം ആ ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഈ മസാലകളെല്ലാം ഒന്ന് ഇളക്കി ചൂടാക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നീട് അത് എടുത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് ഇടുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നീട് അത് ഉണ്ടാക്കുന്നതിനായുള്ള ഒരു പാത്രം ഗ്യാസിൽ വയ്ക്കുക. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം ഈ ചിക്കൻ ഫ്രൈ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന്. പിന്നീട് 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത്, ഒരു 15 അല്ലി വെളുത്തുള്ളി, അതും ചതച്ച് ആ വെളിച്ചെണ്ണയിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കുക. 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 സവോള അരിഞ്ഞത് ഇടണം. പിന്നെ 1 പച്ചമുളക്, 3 തണ്ട് കറിവേപ്പില എന്നിവ ഇട്ട് നല്ലതുപോലെ ഇളക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. ഇത് ശരിക്ക് ചിക്കൻ ഫ്രൈയും അല്ല ചിക്കൻ റോസ്റ്റും അല്ല. ചിക്കൻ റോസ്റ്റ് ആണെങ്കിൽ തക്കാളിയൊക്കെ ഇടില്ലേ, ഇതിൽ തക്കാളി ഇടുന്നില്ലല്ലോ. എന്താ തക്കാളി ഇടാത്തത്? തക്കാളി ഇട്ടാൽ ഇത് പെട്ടെന്ന് കേടുവരും. ഇത് 1 ദിവസം 2 ദിവസം വരെയും നമുക്ക് ഇത് ചൂടാക്കി കഴിക്കാം. 2 ദിവസം പുറത്തിരുന്നാലും ഇത് കേടുവരികയില്ല. കാരണം ഇതിലെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം സവോള എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷമാണ് ഞങ്ങൾ ഈ ചിക്കൻ ഇതിൽ ഇടുന്നത്. ഇനി ഇതിലേക്ക് മസാല കൂട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് കേടുവരാത്തതുകൊണ്ട് തന്നെ ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലേ? മണമൊക്കെ വരുന്നുണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ, നല്ല മണം വരുന്നുണ്ട്. ഇത് ഒരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കുക. ഇതിലേക്കുള്ള മസാലകളെല്ലാം ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ജീരകം, പെരുംജീരകം, കുരുമുളക്, ഗരം മസാല ഇവയെല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. എല്ലാവരും ഇതുപോലെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഉണ്ടാക്കാം. 3 മിനിറ്റ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. അതിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. അതിനുശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ ഇതാ ചിക്കനിൽ ഇതുപോലെ വെള്ളം വന്നിട്ട്, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഈ ചിക്കനിൽ ഒഴിച്ചിട്ടില്ല. എങ്കിലും അത് വേവാൻ ആവശ്യമായ വെള്ളം അത് ചിക്കനിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഈ ചിക്കൻ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഡ്രൈ റോസ്റ്റാണിത്. മൂടി തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അത് വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഏതാണ്ട് വെള്ളം വറ്റി തുടങ്ങി. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ജീരകത്തിൻ്റെയും പെരുംജീരകത്തിൻ്റെയും ഒക്കെ നല്ല
ഒരു മണം തന്നെയാണ് ഈ ചിക്കന്. നല്ല സ്വാദുണ്ട്. എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ കമൻസ് അറിയിക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ ബീഫ് ഡ്രൈ ഫ്രൈൻ്റെ പോലെ ഉണ്ട് കാണുമ്പോൾ. ഏതാണ്ട് കാണുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ തീരെ കേടുവരാതെ 2 ദിവസം വരെയും നമുക്ക് ഫ്രിഡ്ജില്ലെങ്കിലും പുറത്തിരിക്കും. ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മതി. ഇപ്പോൾ ഏതാണ്ട് ചിക്കൻ ഒരുവിധം വെന്തു. അതിൻ്റെ നടുഭാഗം ഇതാക്കിയതിന് ശേഷം അതിലേക്ക് അവസാനത്തേതായി 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് 2 മിനിറ്റ് നേരം ഇളക്കി ഇതിന് ശേഷം നമുക്ക് അത് ഇറക്കി വയ്ക്കാം. അവസാനമായി ആ നല്ലെണ്ണ ഒഴിക്കുന്നത് അത് ഈ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അങ്ങനെ ഇത് റോസ്റ്റ് റെഡിയായി. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി.